ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ഗോ ടു ഇന്ത്യയുടെ ഭാഗമായി കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ വൻ സംഘർഷമാണ് അരങ്ങേറിയത്. ഇതിഹാസ താരത്തെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിനെ തുടർന്ന് രോഷാകുലരായ ആരാധകർ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ഗോ ടൂർ ഇന്ത്യയുടെ ഭാഗമായി കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ വൻ സംഘർഷമാണ് അരങ്ങേറിയത്. ഇതിഹാസ താരത്തെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിനെ തുടർന്ന് രോക്ഷാകുലരായ ആരാധകർ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അക്രമം അഴിച്ചുവിട്ടു. ഈവന്റിന്റെ മുഖ്യ സംഘാടകൻ സദാതുരു ദത്തയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിപാടിയുടെ നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഇയാൾ അറസ്റ്റിലായത്. ടിക്കറ്റിന്റെ പണം തിരികെ നൽകാൻ സംഘാടകർ സമ്മതിച്ചിട്ടുണ്ടെന്നും ഇത് നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. 5,000 മുതൽ 25,000 രൂപ വരെ മുടക്കി ടിക്കറ്റ് എടുത്തെത്തിയ ആരാധകർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും VIP അതിഥികളുടെയും ബാഹുല്യം കാരണം താരത്തെ ശരിയായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ നിരാശരായ ആരാധകർ ഇരിപ്പിടങ്ങളും കുപ്പികളും മൈതാനത്തേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇതോടെ സ്റ്റേഡിയത്തിൽ വൻ സംഘർഷമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. കൊൽക്കത്തയിലുള്ള യുവഭാരതി സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മെസ്സി എത്തിയത്. വെറും 20 മിനിറ്റാണ് മെസ്സി സ്റ്റേഡിയത്തിൽ സമയം ചെലവഴിച്ചത്. സംഘർഷം രൂക്ഷമായതോടെ സ്റ്റേഡിയം പൂർണ്ണമായും ചുറ്റിക്കാണാൻ നിശ്ചയിച്ചിരുന്ന മെസ്സി സുരക്ഷാ ഉദ്യോഗസ്ഥർ വേഗത്തിൽ പുറത്തേക്ക് മാറ്റുകയായിരുന്നു. പരിപാടിയുടെ മോശം നടത്തിപ്പിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഖേദം പ്രകടിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ വിരമിച്ച ജസ്റ്റിസ് അസീം കുമാർ റേയുടെ അധ്യക്ഷതയിൽ അന്വേഷണ സമിതിക്ക് മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഇതിനിടെ കൊൽക്കത്തയിൽ നിന്ന് മെസ്സിയുടെ അടുത്ത സന്ദർശനം ഹൈദരാബാദിലേക്കാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആരാധകരുടെ രോക്ഷം വർദ്ധിച്ചതോടെ കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിൽ അക്രമം അഴിച്ചുവിട്ടവർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിക്കുകയും ചെയ്തു. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മെസ്സിയെ പൊതിഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരാധകർ ആരോപിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.